മില്യൺ കണക്കിന് പ്രവാസികൾ കഴിയുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വിദേശ വ്യാപാരവുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ ഏത് തലത്തിൽ നിൽക്കുന്നു എന്നറിയാൻ ലോകത്തിന് വളരെ വലിയ കൗതുകമുണ്ട്. 2024 അവസാനിക്കുമ്പോൾ വിദേശ വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ ആഗോള ശരാശരി വളർച്ച എന്ന് പറയുന്നത് 2%, യുടെ ഫോറിൻ ട്രേഡിൻ്റെ വളർച്ച 14%-ലധികമാണ്. എന്നുവെച്ചാൽ ആഗോള ശരാശരിയുടെ 7 ഇരട്ടിയിലധികമായി യുടെ വിദേശ വ്യാപാര വളർച്ച മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ പലരും കരുതും അത് എണ്ണ കുറച്ച് കൂടുതലുള്ള രാജ്യമായതുകൊണ്ടല്ലേ, ഇങ്ങനെയൊക്കെ എണ്ണ വിറ്റിട്ടല്ലേ. എന്നാൽ കൃത്യമായ കണക്ക് ഇതാ പറയുന്നു. ഈ പറയുന്ന മൊത്തം ഫോറിൻ ട്രേഡ് 3 ലക്ഷം കോടി ദിർഹം എത്തിയിരിക്കുമ്പോൾ അതിൽ 13,500 കോടി ദിർഹവും വരുന്നത് എണ്ണ ഇതര വരുമാനത്തിൽ നിന്നാണ്. ഇതൊരു അത്ഭുതമാണ്. പോലുള്ളൊരു രാജ്യം, ഒരു ചെറിയ രാജ്യം, ഇത്രയും ആഗോള രാഷ്ട്രങ്ങൾക്കിടയ്ക്ക് ഇത്രയും വലിയ ബന്ധങ്ങൾ സജീവമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ, ഇത്രയും വലിയ കച്ചവടം പൊടിപൊടിക്കുന്നതിനിടയിൽ മറ്റു രാജ്യങ്ങളെയൊക്കെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഇത്രയും വലിയ തുകയിൽ എത്തി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മളെല്ലാവരും പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, ഇതിൽ നിന്ന് നമ്മൾ ഓരോരുത്തർക്കും എങ്ങനെയൊക്കെ ആദായം ഉണ്ടാക്കാൻ പറ്റും എന്ന കാര്യവും മനസ്സിലാക്കണം. യുടെ വൈസ് പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞിരിക്കുന്നത് ഇതൊരു ചരിത്രപരമായ നാഴികക്കല്ല് എന്നാണ്. ഈ ഒരു 3 ട്രില്യൺ, അതായത് 3 ലക്ഷം കോടി ദിർഹത്തിൻ്റെ ഫോറിൻ ട്രേഡ് വിദേശ വ്യാപാരം 2024 നടന്നിരിക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതമാണ്. ലോകത്തിന് പുതിയ മാതൃകയാണ്. നമ്മൾ പ്രവാസികളടക്കമുള്ളവർക്ക് പുതിയ പ്രതീക്ഷയാണ്. എല്ലാവർക്കും ഊർജം പകരുന്ന പ്രക്രിയയായി മാറുകയാണ്. അതിൽ നമ്മുടെ രാജ്യവുമായിട്ടുള്ള ബന്ധവും വളരെ സജീവമാണെന്ന് മനസ്സിലാക്കണം. ഉണ്ടാക്കിയ കരാർ സെപ്പ ഇതനുസരിച്ച് ഇന്ത്യക്കും യ്ക്കും ഇടയിൽ അതിശക്തമായിട്ടുള്ള ഒരു വ്യാപാര ബന്ധം വളരെ സജീവമായിട്ടിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് ലക്ഷ്യത്തിലെത്തട്ടെ എന്ന ആശംസകൾ ഞങ്ങൾ അർപ്പിക്കുന്നു. അത് എന്തുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, നാളിതുവരെ കാണാത്ത ഇൻഡോ ബന്ധം ഏറ്റവും ഊഷ്മളമായി മുന്നോട്ട് പോകുന്നൊരു ഘട്ടമാണ്, പ്രത്യേകിച്ച് കഴിഞ്ഞ 2024. അതിനപ്പുറമായി മാറട്ടെ 25. അപ്പോൾ നമ്മൾ 2 കൂട്ടർക്കും അതിൻ്റെ ഗുണഫലം കിട്ടട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. യുടെ കാലാവസ്ഥയിൽ ഇന്നു മുതൽ താപനില ഒന്ന് കൂടും എന്ന രൂപത്തിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സൂചിപ്പിച്ചിരിക്കുന്നത്. നാളെ വ്യാഴാഴ്ച പൊടിപടലങ്ങൾ നിറഞ്ഞ കാലാവസ്ഥയായിരിക്കും എന്ന സൂചനയുമുണ്ട്. മഴ സാധ്യത തള്ളിക്കളയുന്നില്ല. മറ്റന്നാൾ വെളുപ്പാങ്കാലത്തുമൊക്കെ മൂടൽമഞ്ഞ് സാധ്യതയെക്കുറിച്ചും NCM മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ പൊടിപടലങ്ങൾ, മൂടൽമഞ്ഞ്, മഴ സാധ്യത ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, യാത്രക്കാരായ ആളുകൾ, കൊച്ചു വെളുപ്പാങ്കാലത്തെയൊക്കെ ദൂരെ യാത്ര ചെയ്യുന്ന ആളുകൾ പരമാവധി ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇക്കാര്യം പ്രാധാന്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗസ മുനമ്പ് ഞങ്ങളിങ്ങെടുത്ത് ലെവലാക്കാൻ പോവുകയാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ പ്രസ്താവനയെ ലോകത്തെ ഏതാണ്ട് എല്ലാ ഭരണാധികാരികളും ശക്തമായി അപലപിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഒരു രാഷ്ട്ര നേതാവ് പറയാമോ എന്ന രൂപത്തിൽ പല ആളുകളും ചോദിക്കുകയാണ്. ഏതായാലും കൃത്യമായൊരു മറുപടി ഫലസ്തീൻ ജനത തന്നെ കൊടുത്തിരിക്കുന്നു. ഗസ ഫലസ്തീൻകാരുടേതാണ്. കാശുണ്ടെന്നും ആയുധമുണ്ടെന്നും അധികാരമുണ്ടെന്നും പറഞ്ഞ് ആരും വന്ന് ഇവിടെ ഏറ്റെടുത്ത് ലെവലാക്കാൻ വേണ്ടി വരണ്ട. ഇവിടുത്തെ കെട്ടിടങ്ങൾ പൊളിക്കാൻ വേണ്ടിയും പുതിയ പ്രദേശം നിർമ്മിച്ചു തരാമെന്ന് പറഞ്ഞും പുതിയ ജോലി വാഗ്ദാനം ചെയ്തും ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം ബാധിച്ച സമൂഹം ഉച്ചത്തിൽ പറയുന്നു, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന്. ഏതായാലും ട്രംപിനെതിരെ മറുപടിയുമായി ലോകം മൊത്തത്തിൽ മുന്നോട്ട് വരുന്നു. ഫലസ്തീൻ ജനതയും അവരുടെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നും പറയുകയാണ്, ട്രംപ് ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഗസയിലേക്ക് വരണ്ട എന്ന്. ഷിയ വിഭാഗത്തിൽ വരുന്ന ഇസ്മായിലി മുസ്ലിങ്ങൾ അവരുടെ ആത്മീയ നേതാവും ശതകോടീശ്വരനുമായ ആഗാ ഖാൻ 4-മൻ എന്നറിയപ്പെടുന്ന പ്രിൻസ് കരീം അൽ ഹുസൈനി മരണമടഞ്ഞു. യൂറോപ്പിലെ ലിസ്ബൺ പട്ടണത്തിൽ വെച്ചായിരുന്നു മരണമടഞ്ഞത്. 88 വയസ്സായിരുന്നു.
അദ്ദേഹത്തിൻ്റെ ജീവിതം സംബന്ധിച്ച് സ്വത്തുവരങ്ങൾ സംബന്ധിച്ചൊക്കെ വാർത്തകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെ ഊഷ്മളത സൂക്ഷിക്കുന്ന നല്ലൊരു സുഹൃത്തായിരുന്നു എന്ന് ദുബായ് ഭരണാധികാരി ഹിസാൻ ഷെയ്ഖ് മുഹമ്മദ് അനുസ്മരിച്ചുകൊണ്ട് അനുശോചന സന്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ദുബായ് വാർത്തയുടെ ഫെബ്രുവരി 5 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി. Night updates supported by Tasi Gold and Diamonds, Akbar Travels, Partha Signature Abu Shagara Sharjah, Cuties International, Time Express Cargo, Marmam Diary, TMG Global Business Setup, 123 Cargo, Prime Medical Center, Autocart Used Cars, Ayush Care, Lucky Center, Kalyan Jewelers, Lulu, Gold Star Rent-A-Car, Ayurmana Ayurveda and Panchakarma Center, Hashim Hypermarket,